Good morning, dear students. Today we are going to discuss about the last aspects of light reaction, that is cyclic and non-cyclic photophosphorylation. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് വെള്ളം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിരുന്നു. So what is actually photolysis of water? Photolysis means splitting of water. Splitting of water is the most important phenomenon that happening within the light reaction. അങ്ങനെ വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? ഓക്സിജൻ ഉണ്ടാവും, അതേപോലെ തന്നെ H+ ഉണ്ടാവും. ആ H+ ഉപയോഗിച്ചിട്ടാണ് NaDH+H എന്ന് പറയുന്ന Hന് ഈ H പ്രോട്ടോൺ കൊടുക്കുന്നത് ഈ പറയുന്ന വാട്ടറിൽ നിന്നുള്ള H+ ആണ്. സോ വാട്ടർ സ്പ്ലിറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. എന്തൊക്കെയായിരുന്നു ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നത്? നിങ്ങൾക്കറിയാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് photolysis is the splitting of water by light into H+ ion, oxygen and electron. വാട്ടർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത്രയും ആൾക്കാരാവും. ഒന്ന് H+ അയോൺ ആവും, ഓക്സിജൻ ആവും, അതുകൂടാതെ ഇലക്ട്രോണും കൂടിയാവും. Then it is also called photo dissociation or photo decomposition. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്. They are called photo dissociation or photo decomposition. Then it is an oxidation reaction occurring during photosynthesis. ഇത് ഒരു ഓക്സിഡേഷൻ, അതേപോലെ തന്നെ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. എവിടെ നടക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ് ഈ പറയുന്ന ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. Then it is the first phase of light reaction. ഇത് ലൈറ്റ് റിയാക്ഷനിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ്. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ പറയണം, ദിസ് ഈസ് ദ റിയാക്ഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഫോട്ടോസിസ്റ്റം 2. ഫോട്ടോസിസ്റ്റം 2 ഉണ്ട് നമുക്കറിയാം. ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ഫോട്ടോസിസ്റ്റം 2. ദിസ് ഈസ് ഫോട്ടോസിസ്റ്റം 1. ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത് നമുക്കറിയാം PS2 ആണ്. ദാറ്റ് ഈസ് 680 ആണ് അതിന്റെ വേവ് ലെങ്ത്. ഓക്കെ, it is occurs in the photosystem 2, that is PS2 or chloroplast. Sunlight excites. സൺലൈറ്റ് സ്വാഭാവികമായിട്ടും എക്സൈറ്റ് ചെയ്യും. എവിടെ തട്ടുമ്പോൾ? ഫോട്ടോസിസ്റ്റത്തിൽ തട്ടുമ്പോൾ PS2 റിലീസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോൺ. എന്നിട്ട് എന്താവും? PS2 എനർജി ഇലക്ട്രോണിന്റെ രൂപത്തിൽ റിലീസ് ചെയ്യുന്നു. സോ സൺലൈറ്റ് എക്സൈറ്റ്സ് PS2 റിലീസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോൺ. The electrons are transferred to the reaction center of photosystem 2. Electron എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? We can say that electrons are transferred to the reaction center of photosystem 2. അങ്ങനെ ഫോട്ടോസിസ്റ്റം 2 ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. So this is actually the chloroplast-stroma. സ്ട്രോമയിൽ വളരെ ആസ്പെക്ട്സ് ആണ്. ഇത് ഗ്രാനയാണ്. ഗ്രാനിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. This is a splitting of water. വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എന്താവും? ഓക്സിജനും റിലീസ് ചെയ്യും, അതോടൊപ്പം തന്നെ H+ഉം റിലീസ് ചെയ്യും. ഈ H+ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സ്വാഭാവികമായിട്ടും ATPയും NADPH ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഈ പറയുന്ന ATP സിന്തേസിൽ വളരെ പ്രധാനപ്പെട്ട പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ആയിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് the photolysis of water is an important reaction that taking place in the particular light reaction. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ഇവോൾവിംഗ് സെന്റർ, ഇവിടെയാണ് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്ന സെന്റർ. ഓക്സിജൻ റിലീസ് ചെയ്യും, അതോടൊപ്പം തന്നെ പ്രോട്ടോണുകൾ ATP സിന്തേസിലേക്ക് തൈലക്കോഡ് മെംബ്രെയിൻ വഴി പോവുകയും ചെയ്യുന്നു. ദാറ്റ് ആസ്പെക്ട്സ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പൊ എന്താണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, റൈറ്റ് എ നോട്ട് ഓൺ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ഇത്രയും പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനൊരു ഫിഗർ ആയിട്ട് വരച്ചു വെക്കണം. Now this is actually the process. This energy is received by the oxygen evolving complex of PS2. പലപ്പോഴും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി ഈ പറയുന്ന ഫോട്ടോലിസിസ് ഓഫ് വാട്ടറിൽ PS2 റിസീവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ്, OEC. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് OEC, എക്സ്പാൻഡ് OEC, ദാറ്റ് ഈസ് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ്. The OEC consisting of 4 manganese plus calcium ion.
സാധാരണ വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് നമ്മൾ മിനറൽ ന്യൂട്രീഷനിൽ പറഞ്ഞിരുന്നു, ഈ പറയുന്ന മാംഗനീസും അതേപോലെ തന്നെ കാൽഷ്യവും. അപ്പൊ മാംഗനീസും കാൽഷ്യവും ഇതിന് വളരെ പ്രധാനപ്പെട്ട സഹായം ചെയ്യുന്ന ആൾ കൂടിയാണ്. The OEC combines with 2 molecules of water and split them into 4 electrons. Electron OEC എന്ന് പറയുന്നത് നമുക്കറിയാം ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് ആണ്. That combine with the 2 molecules of water and split them into 4 electron, oxygen and H plus ion. ആ രീതിയിലാണ് ഇത് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. The electron from the OEC are accepted by photophosphorylaiton and transported through non-cyclic electron transport to NADP. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ആൾക്കാർ ഈ പറയുന്ന ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സിൽ രണ്ടാമത്തെ ആൾ ചെയ്യുന്ന വെച്ചാൽ ഫിയോഫൈറ്റിൻ വഴി ഇതെന്ത് ചെയ്യും, നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വഴി NADP-യിലോട്ട് ഈ പറയുന്ന പ്രോട്ടോണിനെ ഇലക്ട്രോണിനെ എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. Then this electron transport synthesis ATP and NADP. അങ്ങനെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായിട്ട് വെള്ളത്തിന്റെ സ്പ്ലിറ്റ് ചെയ്ത ഭാഗമായിട്ട് ഓക്സിജൻ കിട്ടും, അതോടൊപ്പം തന്നെ ATPയും NADPH2 കൂടി ഉണ്ടാവുന്നു. This is actually not NADP2, this is NADPH2. Remember, this is a small writing error. This is NADPH2. അപ്പം as a result of photolysis of water, ATP and NADPH2 are produced. So this is actually the process that happening during the process of light reaction. Then എന്താണ് ഫോട്ടോലൈസിസിന്റെ സിഗ്നിഫിക്കൻസ്? ഒന്ന്, ഇറ്റ് സപ്ലൈസ് ഇലക്ട്രോൺ ഫ്രം നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്താന്ന് വെച്ചാൽ ഇത് വളരെ പ്രധാനമായിട്ടും ഇലക്ട്രോണിന് സപ്ലൈസ് ഇലക്ട്രോൺ ഫോർ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലേക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്കറിയാം, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലേക്ക് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്ന ആളുടെ പേരാണ്, അല്ലെങ്കിൽ ആളുടെ റോള് ഈ പറയുന്ന വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് വഴിയാണ് ഉണ്ടാവുന്നത്. It help in the synthesis of ATP and NADPH2. So here it is corrected. That is, it is help in the synthesis of ATP and NADPH2. ATPയും NADPH2 ഉണ്ടാവാൻ കൂടി ഇത് സഹായിക്കുന്നു. It supplies oxygen to the earth. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വളരെ പ്രധാനമായിട്ടും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ് ഓക്സിജൻ. അത് നമ്മുടെ ഭൂമിയിലേക്ക് തരുന്നതും ഇവരാണ്. It is the first phase of photosynthesis. Photosynthesisലെ ഫസ്റ്റ് ഫേസ് ആയിട്ട് കാണുന്നത് ഇതിനെയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ദ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ഇനി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു പോകാനാണ് വിചാരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാന. നമുക്കറിയാം തൈലക്കോയിഡ്. ദ ലൈറ്റ് റിയാക്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്. ദേ ആർ എന്തൊക്കെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. രണ്ട് രീതിയിലാണ് അത് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഫസ്റ്റ് വി ആർ ഡിസ്കസിംഗ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. എന്താണത്? Its definition is process of synthesis of ATP from ADP in presence of light during cyclic transfer of electron is called cyclic photophosphorylation. Process of synthesis of ATP from ADP in the presence of light during cyclic transfers. ഈ പറയുന്ന സൈക്ലിക് ട്രാൻസ്ഫർ വഴി ATP ആയി മാറുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. വൈ ദിസ് സൈക്കിൾ? എന്തുകൊണ്ടാണ് ഈ സൈക്കിൾ ഇത്രയും സിഗ്നിഫിക്കന്റ് ആവുന്നത്? ഇനീഷ്യൽ ഡോണർ ആൻഡ് ഫൈനൽ ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് സെയിം. അതുകൊണ്ടാണ് ഇതിനെ സെയിം എന്ന് പറയുന്നത്, സൈക്ലിക് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ ഡോണറും അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ്, തുടങ്ങിയിട്ട് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്? ജസ്റ്റ് ഇത് മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇതിനെ മാറ്റിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ടേക്സ് പ്ലേസ് ഇൻ ബാക്ടീരിയ ആൾസോ. ഇത് ബാക്ടീരിയയിൽ കൂടി നടക്കുന്നു. ഓൺലി PS1, ഒരൊറ്റ ഫോട്ടോ സിസ്റ്റം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫോട്ടോ സിസ്റ്റം 1. ദെൻ 700 നാനോമീറ്റർ ആണ് ഇതിന്റെ ലൈറ്റ് എന്ന് പറയുന്നത്. 700 നാനോമീറ്റർ ആണ് ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് PS1. ഇതിന്റെ നാനോമീറ്റർ നമുക്കറിയാം, ഇവിടെ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് 700 നാനോമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നടക്കുന്നത് നോക്കാം നമുക്ക്. നോക്കൂ, ഇവിടെയാണ് ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്, അതായത് ഫോട്ടോ സിസ്റ്റം. ഇതാണ് ഫോട്ടോ സിസ്റ്റം. ഫോട്ടോ സിസ്റ്റത്തിലോട്ട് ലൈറ്റ് വന്നിരിക്കുന്നു. അത് എക്സൈറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് FRS എന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്? ദാറ്റ് ഈസ് ഫെറിഡോക്സിൻ റെഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഇതിൽ നിന്ന് വീണ്ടും ഇലക്ട്രോണുകൾ റിലീസ് ചെയ്യപ്പെടുന്നു. ദെൻ അത് ഫെറിഡോക്സിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ഫെറിഡോക്സിൻ. ദെൻ ഫെറിഡോക്സിനിൽ നിന്ന് സൈറ്റോക്രോം B6 പോകുന്നു. സൈറ്റോക്രോം B6 പോകുന്ന സ്ഥലത്ത് എന്താവുന്നു?
ഒരു ADP ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ATP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ദെൻ സൈറ്റോക്രോം B6 നിന്ന് സൈറ്റോക്രോം Fലേക്ക് പോകുമ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് ഈസ് ADP, മറ്റൊരു ATP കൂടി ഉണ്ടാകുന്നു. ADP കമ്പൈൻ ചെയ്യുന്നു ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട്, എന്നിട്ട് ഒരു ATP ഉണ്ടാകുന്നു. ദെൻ സൈറ്റോക്രോമിൽ നിന്ന് ഇത് നേരെ പ്ലാസ്റ്റോസൈനിലോട്ട് പോകുന്നു. പ്ലാസ്റ്റോസൈനിൽ നിന്ന് വീണ്ടും ഫോട്ടോസിസ്റ്റത്തിലേക്ക് പോകുന്നു. അപ്പൊ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്ന പ്രോസസ്സാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഉണ്ട്. ഇത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്ത് ATP ഉൽപ്പാദിപ്പിക്കുന്നു. See, this is the step FRS, that is ferredoxin, then FRS, that is ferredoxin reducing substance, അത് ferredoxinലേക്ക് പോകുന്നു. Then cytochrome B6, cytochrome F, then plastocyanin, then photosystem 1. ഇത്രയാണ് ഇതിന്റെ പ്രോസസ്. നോക്കൂ, ഇതിൽ ആരൊക്കെയാണുള്ളതെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. എന്താണ് FRS, that is ferredoxin reducing substance, FD, that is ferredoxin, then cytochrome B6, then cytochrome F, then plastocyanin, then photosystem, that or photosystem എന്ന് പറയാം, ഫോട്ടോസ്റ്റം എന്ന് പറയുന്ന രണ്ട് പേരുണ്ട്. ദാറ്റ് ഈസ് ഫോട്ടോസിസ്റ്റം ഓർ ഫോട്ടോസ്റ്റം. ഇവിടെ നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്താണെന്ന് വെച്ചാൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്നു. അതാണ് സൈക്ലിക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമുക്ക്. രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്ത് ATP ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന്, ഫെറിഡോക്സിൻ കൺവേർട്ട് ചെയ്തിട്ട് സൈറ്റോക്രോം B6 ആവുന്നിടത്ത് ഒരു ATP ഉൽപ്പാദിപ്പിക്കുന്നു. ദെൻ സൈറ്റോക്രോം B6ൽ നിന്ന് സൈറ്റോക്രോം Fലേക്ക് വരുന്ന സ്ഥലത്തും ATP ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ATP ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു പ്രത്യേകത. ദെൻ ക്ലോറോഫിൽ A ഓഫ് ഫോട്ടോസിസ്റ്റം 1 അബ്സോർബ് ലൈറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ അറ്റ് ഡാഷ് നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഓഫ് ബിക്കം എക്സൈറ്റഡ്. ഏത് നാനോമീറ്ററിലാണ് ഇത് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നത് പറയണം. ഫോട്ടോസിസ്റ്റം ദാറ്റ് ഈസ് 700 നാനോമീറ്റർ. ഓക്കെ, ഡാഷ് നാനോമീറ്റർ ആണ് എന്ന് പറഞ്ഞു. Then under this excitation it loses energy in the form of electron. Electron is the first accepted by electron ആദ്യമായിട്ട് accept ചെയ്യുന്നത് ആരാണ്? ferredoxin reducing substance ആണ്. Then ഇത് ferredoxinലേക്ക് പോകുന്നു. So this is the most important perspective of light reaction, especially cyclic photophosphorylation. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞത് എന്താണ് photolysis of waterന്റെ importance. Then another one is the cyclic photophosphorylation. ഇനി നമുക്ക് non cyclic photophosphorylation ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ തരാം. Okay, thank you.